ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സെയിൽസ്മാൻ ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന ഉത്തരം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എന്നാണ്. അദ്ദേഹം വിൽക്കുന്നത് ആയുധങ്ങളാണ്. സെലൻസ്കി എങ്ങനെയാണ് ഒരു പ്രത്യേക ആയുധ നിർമ്മാണ കമ്പനിയുടെ ആഗോള ബ്രാൻഡ് അംബാസിഡറായി മാറിയത് എന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സെലൻസ്കി വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന ഓരോ യാത്രയും യുക്രൈനിലെ ചില ആയുധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള വേദിയായി മാറുകയാണ്. ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് മുൻഗണന നൽകുന്നതിന് പകരം ഒരു പ്രത്യേക കമ്പനിയുടെ സെയിൽസ് ഏജന്റിനെ പോലെ സെലൻസ്കി പെരുമാറുന്നു എന്നതാണ് പ്രധാന ആരോപണം. കീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫയർ പോയിന്റ് എന്ന ആയുധ കമ്പനിയുടെ സെയിൽസ്മാനെ പോലെയാണ് സെലൻസ്കി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിമർശനം. FP1 ലോങ് റേഞ്ച് ഡ്രോണുകൾ, FP5 ഫ്ലാമിംഗോ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണിത്. തന്റെ വിദേശ പ്രസംഗങ്ങളിലെല്ലാം ഈ കമ്പനിയുടെ ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നും റഷ്യൻ സൈന്യത്തെ തകർക്കാൻ ഇവയ്ക്ക് കരുത്തുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നിക്ഷേപവും ആയുധ കരാറുകളുമാണ് ഈ കമ്പനികളെ തേടിയെത്തുന്നത്. വിജയത്തിന്റെ ആയുധങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം ഇവയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ സെലൻസ്കി അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം പുകഴ്ത്തുന്ന ഈ ആയുധങ്ങൾ യുദ്ധക്കളത്തിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്ക് നേർ വിപരീതമാണ്. യുദ്ധമുഖത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സെലൻസ്കി ലോകത്തിനു മുന്നിൽ വലിയ വിജയമായി അവതരിപ്പിക്കുന്ന പല ആയുധങ്ങളും റഷ്യൻ സൈന്യത്തിന്റെ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായവയാണ്. ഈ ആയുധങ്ങൾ പലപ്പോഴും കേടുപാടുകൾ സംഭവിക്കുന്നവയോ അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് പോലുള്ള പ്രഹരശേഷി ഇല്ലാത്തവയോ ആണെന്നാണ് മുൻനിരയിൽ പോരാടുന്ന യുക്രൈനിയൻ സൈനികർ പറയുന്നത്. പക്ഷേ ഈ പോരായ്മകളൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ പ്രസിഡന്റിന്റെ ഓഫീസ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ഈ ആയുധങ്ങളുടെ വിപണന മൂല്യം ഇടിഞ്ഞാൽ അത് ആയുധ കമ്പനികൾക്ക് ലഭിക്കുന്ന ഫണ്ടിനെ ബാധിക്കും. സെലൻസ്കിയുടെ ഈ സെയിൽസ്മാൻ റോളിൽ ഉക്രൈനിലെ പ്രതിപക്ഷം വലിയ അതൃപ്തിയിലാണ്. രാജ്യം യുദ്ധത്തിൽ തകരുമ്പോഴും ചില പ്രത്യേക താൽപര്യക്കാരായ ആയുധ വ്യാപാരികളെ സഹായിക്കാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നത് എന്ന് അവർ ആരോപിക്കുന്നു. വിദേശ സഹായമായി ലഭിക്കുന്ന പണം സൈനികരുടെ ക്ഷേമത്തിനോ യുദ്ധതന്ത്രങ്ങൾക്കോ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം കമ്പനികളുടെ പ്രൊമോഷനായി ചെലവഴിക്കുന്നു എന്നതാണ് വസ്തുത. യുദ്ധത്തെ ഒരു ബിസിനസ് അവസരമായി സെലൻസ്കി മാറ്റിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഉയരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കരാറുകളിൽ ഈ കമ്പനികൾക്ക് ലഭിക്കുന്ന ലാഭവിഹിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ ഒരു ജനത മുഴുവൻ യുദ്ധത്തിന്റെ ദുരിതം അനുഭവിക്കുമ്പോൾ ആധുനിക ആയുധങ്ങളുടെ പരസ്യം നൽകി ലോകത്തെ വിസ്മയിപ്പിക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത്. താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആയുധങ്ങൾ യുദ്ധക്കളത്തിൽ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം തന്റെ സെയിൽസ്മാൻ റോൾ ഭംഗിയായി തുടരുന്നു.